വർഷങ്ങൾക്ക് മുമ്പ് ഈ ബംഗ്ലാവ് ഒരു ജാക്സൺ സാഹിബിന്റേതായിരുന്നു. അന്ന് നാടുവാണിരുന്ന തമ്പുരാന്റെ ഏക മകൾ പാർവതി തമ്പുരാട്ടിയും ജാക്സൺ സാഹിബും തമ്മിൽ പ്രേമത്തിലായിരുന്നു. ഇതറിഞ്ഞ തമ്പുരാൻ അവരെ വിലക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിക്കാതെ വന്നപ്പോൾ ജാക്സൺ സാഹിബിനെ കൊന്നുകളഞ്ഞു. ദുഃഖം താങ്ങാനാവാതെ പാർവതി തമ്പുരാട്ടി ആത്മഹത്യ ചെയ്തു. അവരുടെ പ്രേതാത്മാക്കൾ എല്ലാ രാത്രികളിലും ഈ ബംഗ്ലാവിൽ വരാറുണ്ട്. ഇന്ന് ഈ ബംഗ്ലാവ് അറിയപ്പെടുന്ന ഒരു സുഖവാസ കേന്ദ്രമാണ്. ഇപ്പോഴും രാത്രികളിൽ ഒരു കറുത്ത ബോട്ടിൽ പാർവതി തമ്പുരാട്ടിയുടെയും ജാക്സൺ സാഹിബിന്റെയും പ്രേതാത്മാക്കൾ ഇവിടെ വരാറുണ്ടെന്നും ഇവിടെ ഹണിമൂണിന് വന്ന് താമസിക്കുന്ന ദമ്പതികളെ പിടിച്ചുകൊണ്ടുപോയി 7 കടലുകൾക്കപ്പുറത്തുള്ള ദ്വീപിൽ വെച്ച് കൊന്ന് രക്തം കുടിക്കാറുണ്ടെന്നുമാണ് വിശ്വാസം. ഓ പിന്നെ ഹലോ ഹലോ അക്കരെ ആ പാലസ് വരുന്ന കൊണ്ടുപോകാമോ? ആ പോകാം. അതിനല്ലേ ഇവിടെ കാത്തു കിടക്കുന്നത്. ഹണിമൂണാണല്ലേ? ആ കേറ്. പക്ഷെ ഡിക്രൂസിന് 10 രൂപയാ ചാർജ്. 10 രൂപയോ? നല്ലൊരു കാര്യത്തിന് പോകുമല്ലേ സാറേ, 10 രൂപ ചെലവാക്ക്. റൂം ബുക്ക് ചെയ്തിരുന്നു. ഓ, യുവർ അഡ്രസ് പ്ലീസ്. ആ, ഇവർക്ക് ആ കോട്ടേജ് ഒന്ന് കാണിച്ചു കൊടുക്കൂ. താങ്ക് യു സർ. വിഷ് യു ഹാപ്പി ഹണിമൂൺ. താങ്ക് യു. ഒരു ഒന്ന് പിടിച്ചേ. എന്താ പാന്റ് ഒന്നും അങ്ങനെ കഴിഞ്ഞിട്ടില്ല. ഡോണ്ട് മിസ്റ്റേക്ക് മീ സർ. ഫാമിലിക്ക് ഫാമിലി മാൻ തന്നെ സർവ് ചെയ്തോളാം. അവിടെ ഒരു ബാച്ചലർ നിപ്പുണ്ട്, നീ അങ്ങനെ കൊണ്ട് കൊടുത്താൽ മതി കേട്ടോ. എന്തോ നമുക്ക് രണ്ടുപേർക്കും കൂടി. വേണ്ട 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 വേണ്ട, നീ ഒരു ഫാമിലി മാൻ ആകട്ടെ. ഇപ്പൊ നീ വെറും ഡിപ്പാർച്ചർ അല്ലേടാ. എന്റെ കുറിച്ച് മാറിക്കേ സാറേ, കൊല്ലല്ലേ. വരണം സാർ വരണം. ഞങ്ങളുടെ കിച്ചൺ മുഴുവൻ കാലിയാക്കുന്നത് ഇപ്പൊ പോയ ഗുഡ്സാ. ഗുഡ്സോ? ആ, 2 കമ്പാർട്ട്മെന്റ് പോകുന്നുണ്ടില്ലേ. എന്റെ ദൈവമേ. കേട്ടോ സാറേ, ഹണിമൂൺ കൊണ്ടാടണമെങ്കിൽ ഇവിടെ വരണം. ഇവിടെ മുഴുവൻ സ്വർഗമാണെന്നാ നാട്ടുകാർ പറയുന്നത്. ഞങ്ങൾക്ക് മാത്രമേ നരകമുള്ളൂ. എന്റെ ദൈവം, എന്ത് ചെയ്യാനാ. കേട്ടോ സാറേ, ഈ ഉദയവും അസ്തമനം ഒന്നിച്ച് കാണണമെങ്കിലേ നമ്മുടെ ഈ കോട്ടയിന്റെ മുകളിൽ നിൽക്കണം. ഉദയാസ്തമനം ദേശം വൈകുന്നു മാത്രമേ ഉള്ളൂ. സാരമില്ല. അയ്യോ സാരി. സോറി, അല്ല സാരി സാരി സാരിയെ കൊടക്കി കൊടക്കി. ദുശകനമാണല്ലോ എന്റെ കർത്താവേ.
അമേരിക്കൻ പ്രസിഡന്റ് വാഷ് ഫീസ്. ഇംഗ്ലീഷ് അറിയാൻ പാടില്ല, പിന്നെ എന്തിനാ വായിക്കുന്നത് വെറുതെ. കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു. സാറേ, 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 സാറേ. സാറേ, സാറേ, അതാ സ്ഥലം. അയ്യോ വേണ്ട. എന്ത് കിടപ്പാത്? നല്ല ഉറക്കാരും തോന്നും. എന്ത് വേണം? പിന്നെ ഞങ്ങൾക്ക് അക്കരെ വരെ ഒന്ന് പോണം. പോകാൻ പറ്റുമോ? ആ കേറ്. കമാൺ സ്റ്റെല്ല. എന്താ മടിച്ചു നിൽക്കുന്നത്? ബോട്ടിൽ കയറാൻ പേടിയുണ്ടോ? രണ്ടും കൂടെ വേണി ചാവുമല്ലോ. വീട് ആശാനെ, ഹണിമൂണല്ലേ. എന്താ സ്വപ്നം കാണുക? പുള്ളിക്കാരൻ ചേടുമാറാ. അവിടെ ഒരു സ്ത്രീയുടെ ചൗമ. 2 ദിവസത്തിന് മുമ്പ് ഇവിടെ ഹണിമൂണിന് വന്നവരാണെന്നാ പറയുന്നത്. പാവം. അല്ലെങ്കിൽ തന്നെ ഇവന്മാരൊക്കെ വധൂവരന്മാരാണെന്ന് എന്താ നിശ്ചയം? ആവശ്യം കഴിഞ്ഞാൽ ഇവളുമാരെയൊക്കെ പിടിച്ച് ഇവന്മാര് കാലിത്തള്ളും. ഇത് ഇവിടുത്തെ നിത്യ സംഭവമാ, ഭയപ്പെടാനൊന്നുമില്ല. പിന്നെ മരണം കാണുന്നത് നല്ലതാണെന്നാ പറയുന്നത്. നിന്നോട് ആര് പറഞ്ഞു ഈ മണ്ടത്രമൊക്കെ? വീട്ടിലുള്ളവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആണോ? ആ, എങ്കിൽ നമ്മുടെ ഹണിമൂൺ പൊടി ഓടിക്കും. ശരി വാ. Yes, I will arrange. Thank you, sir. Hello. Hello. I am Jason. I had booked a cottage. Just a minute, please. Yes. Wish you a happy honeymoon, sir. Thank you. ഞാൻ എടുക്കാം സാർ. അവിടെ അവിടെ വെക്കാം. അവിടെ ആ ഇട്. നമസ്കാരം സാർ. നമസ്കാരം. ഡോണ്ട് മിസ്റ്റേക്ക് മീ. എടാ, നിനക്ക് ഇവിടുന്ന് നിയമം അറിയാവോ? ഉവ്വ്. നീ വെറും ബാച്ചിലർ പോലെ അല്ലല്ലോടാ, പിന്നെയാണോടാ ഫാമിലി മാനെ പറ്റി എടുക്കുന്നത്? എടാ, ഇവിടെ ബേബീസ് വരും, നീ അവർക്ക് സർവീസ് ചെയ്താൽ മതി കേട്ടോ. വലിയ വർത്താനൊന്നും പറയണ്ട. അവിടെ അവിടെ ആ ആ കേട്ടോ സാറേ, അവർ ഒരു വിവരമില്ല. അല്ല, വിവരം ഉണ്ടെങ്കിൽ ഈ പണിക്ക് വരൂ കേട്ടോ സാറേ. ഞാൻ ഫാമിലീസിന് മാത്രമേ സർവീസ് ചെയ്യാറുള്ളൂ. എനിക്കത് നിർബന്ധമുള്ള കാര്യമാണ്. സാറിന് സംശയം ഉണ്ടെങ്കിൽ ഈ കാണുന്ന ഫാമിലീസിനോടൊപ്പം ഒന്ന് ചോദിച്ചു നോക്കെ എന്നെ പറ്റി. ഓഹോ, ഞാനൊരു ഫാമിലി മാൻ ആണല്ലേ? അതെ സാർ, ഞാൻ നല്ല പ്ലാനിങ്ങിലാണ് എന്റെ ഫാമിലി പ്ലാനിങ് നടത്തിയിട്ടുള്ളത്.
ഇവിടെയുള്ള ഒറ്റ പിള്ളേർക്ക് ഒരു പ്ലാനിംഗും ഇല്ല സാറേ. വെരി കൺട്രി. ആ കാണുന്നതാ നമുക്കുള്ള പ്ലാനിങ് കൊട്ടേജ്. അല്ല, നിങ്ങൾക്കുള്ള ഹണിമൂൺ കൊട്ടേജ്. നമ്മുടെ ഏജ് എല്ലാം പോയില്ലേ സാറേ, ഇപ്പൊ കോട്ട് മാത്രമേ ഉള്ളൂ. അതേതാ സ്ഥലം? ഇതാ നമ്മുടെ കുതിര. മോനെ കൃഷ്ണൻകുട്ടി, ഈ ശബ്ദം മാത്രമല്ലോ കേട്ടോ. പേടിക്കണ്ട പേടിക്കണ്ട, ഇനി പോരെ. പാവാ. എനിക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യ. BP 320. ഒരു രക്ഷയില്ല. ഏതായാലും ആദ്യത്തെ ഷോപ്പ് കലക്കി. അവിടെ ഇരിക്കുന്ന ഡാൻസറെ കണ്ടു. ഉഗ്രനല്ലേ? സാറേ ചായ. താങ്ക് യു. സ്റ്റെല്ല, ഞാൻ ആ ക്യാബിനെ ഒന്ന് കണ്ടിട്ട് വരാം. അവളെ കാണാൻ തന്നെ നല്ല ചന്തമുണ്ടായിരുന്നു. അവൾ ആടുകൂടെ ചെയ്താൽ നീ ഇവിടേക്ക്, ഞാൻ ഉടനെ വരാം. ഇല്ല, ഞാൻ വിടില്ല ഒരിക്കലും. ജേസന് ഞാനില്ലേ, എന്നെ മാത്രം കണ്ടാ മതി. മതിയോ? തീർച്ച? എങ്കിൽ എനിക്ക് നീ മതി. ഇത് ഞാനാ. ഞാൻ പേടിച്ചു പോയി. എന്താ വീട്ടിൽ പോരായില്ലേ? സമയം എത്രയെന്നറിയോ? തന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഇന്ന് വല്ലാതെ കുടിച്ചു അല്ലേ? ആ, ഞങ്ങളെ പോലുള്ളവർക്ക് ആരെയും ഉപദേശിക്കാൻ പാടില്ലല്ലോ. അതൊക്കെ പോട്ടെ, കൂട്ടുകാരൊക്കെ പോയോ? അവന്മാരെല്ലാം പോയി. എനിക്കിന്ന് അനിതയുടെ കൂടെ കിടന്ന് ഉറങ്ങണം. ഇപ്പോഴോ? വേണ്ട, മോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല, പിന്നീടാവാം. എന്താ പോരെ? തന്നെ എടുത്തോണ്ട് പോവാനാവില്ലല്ലോ. ആവില്ല ആർക്കും. എന്റെ ജീവിതം ഇത്രത്തോളമായി. എനിക്കിനി ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ, എന്റെ മകൾ മിനി. അവൾക്ക് ഈ ഗതി വരരുത്. അജിത് എന്നെ സഹായിക്കില്ലേ? തീർച്ചയായും. അയ്യോ മോള്.
ഏയ് കുട്ടി, എന്താ ഈ കഴുതപ്പുറത്ത് ഞങ്ങളൊന്ന് കയറ്റാമോ? അങ്കിൾ ഇത് കുതിരയാ? ആഹാ. ഈ ഹോട്ടലിലുള്ളതാ, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി. ഞാൻ കുതിരക്കാരനെ വിളിക്കട്ടെ? വേണ്ട, ഞങ്ങൾ കയറിക്കോളാം. ചെല്ല, നീ തന്നെ കയറി. അയ്യോ വേണ്ട, എനിക്ക് പേടിയാ. ഏയ് അതൊന്നും പറ്റില്ല. നീ ഈ കുതിരപ്പുറത്ത് കയറി ഝാൻസി റാണിയെ പോലെ പറക്കുന്നു കാണണം. വാ നീ. വേണ്ട വേണ്ട, വാ. കേറ് കേറ്. എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നത്? ശ്ശോ, ഞാൻ വീഴും. വീഴൊന്നുമില്ല, കേറ്. ശ്ശോ. ആ പോട്ടെ പോട്ടെ പോട്ടെ. ആ ശ്ശോ. ചെല്ല. ആന്റി. അയ്യോ കഷ്ടായി പോയി. അങ്കിളാണ് വീഴ്ത്തിയത്. ഞാൻ പോയി മരുന്നെടുത്തോണ്ട് വരാം. ഐ എം സോറി സ്റ്റെല്ല. വരൂ, നമുക്ക് റൂമിലേക്ക് പോവാം. കണ്ണുകളിൽ കവിത കളിയാടും പോലെ, കവിളുകളിൽ സന്ധ്യ പൂവിടും പോലെ, അങ്കനനീ സ്വപ്നഹിമവാഹിനി, അകരാരിൽ അനുരാഗ അനുഭൂതിനി. നിൻ കണ്ണുകളിൽ കവിത കളിയാടും പോലെ, കവിളുകളിൽ സന്ധ്യ പൂവിടും പോലെ. ഉണരുമ്പോഴെന്നും നുരയും പതയും വിരിയുമ്പോഴെന്നും തിരയും കരയും പുണരുമ്പോഴെന്നും നുരയും പതയും വിരിയുമ്പോഴെന്നും തിരയിൽ ലഹരി നിറയ്ക്കുന്ന നീയൻ കരളിന്റെ കാമുകിയായി, കരളിന്റെ കാമുകിയായി. നിൻ കണ്ണുകളിൽ കവിത കളിയാടും പോലെ, കവിളുകളിൽ സന്ധ്യ പൂവിടും പോലെ. നിന്നിൽ എന്നെ പകരുമ്പോഴെന്നും പൊന്നെ നിന്നെ മുകരുമ്പോഴെന്നും നിന്നിൽ എന്നെ പകരുമ്പോഴെന്നും പൊന്നെ നിന്നെ മുകരുമ്പോഴെന്നും മനസ്സിൽ അഗ്നി പടർത്തുന്ന നീയൻ മാദക വിഭ്രാന്തിയായി, മാദക വിഭ്രാന്തിയായി.
നിൻ കണ്ണുകളിൽ കവിത കളിയാടും പോലെ കവിളുകളിൽ സന്ധ്യ പൂവിടും പോലെ അങ്കന നീ സ്വപ്നഹിമവാഹിനി അകരാരിൽ അനുരാഗ അനുഭൂതി നീ നിൻ കണ്ണുകളിൽ കവിത കളിയാടും പോലെ കവിളുകളിൽ സന്ധ്യ പൂവിടും പോലെ. ഹലോ ഹലോ കീപ് പ്ലീസ്. സർ, മാനേജർക്ക് അത്യാവശ്യമായി നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ജസ്റ്റ് എ മിനിറ്റ്. സർ, മിസ്റ്റർ ജെയ്സൺ വന്നിട്ടുണ്ട്. ഓക്കെ സർ. ഗുഡ് ഈവനിങ് മിസ് ജേസൺ. ഗുഡ് ഈവനിങ്. എങ്ങനെയുണ്ട് ഹണിമൂണൊക്കെ? കൊള്ളാം. സോറി മിസ് ജേസൺ, ഇന്ന് നിങ്ങൾ ആ കോട്ടേജ് ഒഴിയണം. ആ കോട്ടേജ് ബുക്ക് ചെയ്തിരിക്കുന്ന അടുത്ത പാർട്ടി ഇന്നെത്തും. നിങ്ങളുടെ ബുക്കിംഗ് ഇന്നലെയോട് തീർന്നു. സർ, കുറച്ച് ദിവസം കൂടി. നോ, ഐ എം വെരി സോറി മാഡം. ഞങ്ങൾക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. ഒരു 2 ദിവസം കൂടി. അതിന് ഇവിടെ കോട്ടേജ് ഒന്നും ഒഴിവില്ലല്ലോ. എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ്. എങ്കിൽ കൂടുതലാരും പ്രിഫർ ചെയ്യാത്തൊരു കോട്ടേജ് ഉണ്ട്. കോട്ടേജ് നമ്പർ 13. നിങ്ങൾക്ക് അത് മതിയെങ്കിൽ അത് മതി. ജോയ്, ഇവർക്ക് ആ 13 നമ്പർ കോട്ടേജ് കൊടുക്കൂ. യെസ് സർ. ഓക്കെ, താങ്ക് യു. ഫെർണാണ്ടസ്. യെസ് സർ. ഹലോ സർ. ഇവരുടെ ലഗേജുകൾ 13 നമ്പർ കോട്ടേജിലേക്ക് മാറ്റൂ. ഓക്കെ സാർ. 13 നമ്പറല്ലേ? അതെ. അല്ലേ മാം? ഓ മൈ ഗോഡ്, ഇനി ഒരു ദുരന്തവും കൂടി കാണണമല്ലോ എന്റെ കർത്താവേ. ചേക്കോ മാം, ചാക്കോ. എന്താ ഇതാ വാ, ഇതാ വാ 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 വാ. എന്താ എടാ, അത് ഇപ്പൊ പോയ പാർട്ടിയില്ലേ, അവരെ 13 നമ്പറിലേക്ക് ഒന്നാക്കി കൊടുക്കൂ. എടാ, നല്ല പാർട്ടിയാണ്, നല്ല ടിപ്സും കിട്ടും, അറിയാവോ? സ്രാവുണ്ട്. ഫാമിലീസിന് ഫാമിലി മാൻ സർവേ ചെയ്താൽ മതി. എനിക്ക് അവിടെ ഒരു ബാച്ചിലർ ഉണ്ട്. ഞാൻ അയാൾക്ക് സപ്ലൈ ചെയ്തോളാം. എനിക്കും അവിടെ ടിപ്സ് കിട്ടും. ഞാൻ ഏതായാലും ബാച്ചിലർ അല്ലേ. അല്ല അല്ല സാറേ, അല്ല എന്റെ അഡ്രസ് ഇവിടെ ഉണ്ടല്ലോ അല്ലേ? എന്താ? അല്ല ഒന്നും പറയണ്ടല്ലോ വിശേഷിച്ച്. അല്ല ഞാൻ ഈ 13 നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള താക്കോൽ താക്കോൽ താക്കോൽ. ഹായ്, മനോഹരമായ മുറി. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു കിളിക്കൂട് പോലെ അല്ലേ ജേസൺ? ശരിയാണ്, ഒരു കിളിക്കൂട് തന്നെ. ഈ കിളിക്കൂട്ടിൽ ഒരാൺകിളിയും പെൺകിളിയും തനിച്ച് ഇങ്ങനെ. സാറേ, ഒരു കാര്യം, ഈ കോട്ടേജിൽ അസമയങ്ങളിൽ സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല. അതെന്താ പറഞ്ഞേട്ടാ? കാരണം ഏട്ടാ, എന്റെ മാഡം, ഈ കോട്ടേജിൽ ആരെങ്കിലും താമസം തുടങ്ങിയ സാധാരണയായി ഞാൻ ലീവ് എടുക്കാറാണ് പതിവ്. ഇപ്പൊ ലീവില്ല, തന്നെയല്ല ഉള്ളതെല്ലാം എടുത്ത് തീർത്തു. അതുകൊണ്ട് ദയവ് ചെയ്ത് സാർ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അതേതായാലും ഉണ്ടാവില്ല. താൻ ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാറുണ്ടാ മതി. അയ്യോ, അതുണ്ടാവില്ല സത്യം. അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ഫെർണാണ്ടസ്, എന്ത് പറ്റി ഫെർണാണ്ടസ്? എന്ത് പറ്റിയെന്നോ? ഒന്നും പറ്റിയില്ല, ഇപ്പൊ പറ്റും. ഇനി ഏതാനും മണിക്കൂറുകൾ, ഇനി നമ്മൾ തമ്മിൽ എപ്പോഴാ ഒന്ന് കാണുക? എപ്പോഴാ കാണുക? സൗകര്യം ഉള്ളപ്പോ കാണാം. താഴെ പോ. ഇനിയിപ്പോ സൗകര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാ കിടപ്പ്. അയാളൊരു പാവമാണല്ലേ? ആ, നല്ല പാവം. ഇല്ല, ഞാനില്ല. ജേസൺ കളിക്കുന്ന മുഴുവൻ കള്ളക്കളിയാ. ഒറ്റയ്ക്ക് ഞാൻ കളിച്ചാ മതി. ആ, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? ഒരു കളി ഞാനും ജയിക്കണ്ടേ? ദേ, ആ പരമ ബോറടി വന്നിട്ടുണ്ട്. എന്റെ ഫെർണാട്ടൻ, ചെന്ന് വാലോർക്ക്, ഞാൻ ചീട്ടിടാം. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. വരൂ. അല്ല, ഇതാരും മിനിയോ? ഇരിക്കൂ, ഒരു റൗണ്ട് കളിക്കാം. ആ, മിനിക്ക് കഴിക്കാൻ എന്തെങ്കിലും പറയട്ടെ? എനിക്കൊന്നും വേണ്ട. ഒരു ചായയെങ്കിലും? ഒന്നും വേണ്ട. ആ ആന്റി, ഞാനൊരു കാര്യം പറയാനാ വന്നത്. ആരോടും പറയരുതേ. എന്താ മിനി? പറയൂ. ഈ കോട്ടേജിൽ പ്രേതമുണ്ട്. പ്രേതോ? എങ്കിലും എനിക്ക് അതിനെ പിടിക്കണം. സ്റ്റെല്ല, നമുക്കതിന്റെ തലയിൽ ഒരു ആണയടിച്ച് നാട്ടിൽ കൊണ്ടുപോവാം. തമാശയല്ല അങ്കിൾ, കാര്യമായിട്ടും.
ചിരിക്കാൻ പറഞ്ഞതല്ല. മിനി പറയൂ. ഓക്കെ, മിനി പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്ത് കേട്ടിട്ടുണ്ട്? അത് പണ്ടിതൊരു സായിപ്പിന്റെ ബംഗ്ലാവായിരുന്നു. ജാക്സൺ സായിപ്പിന്റെ. സായിപ്പിന് ഇവിടുത്തെ തമ്പുരാന്റെ മകളോട് വലിയ പ്രേമമായിരുന്നു. ഒരിക്കൽ തമ്പുരാൻ അറിയാതെ പാർവതി തമ്പുരാട്ടി ജാക്സൺ സായിപ്പിനെ കാണാൻ ഈ ബംഗ്ലാവിൽ വന്നു. തമ്പുരാൻ ഇതറിഞ്ഞു. കോപിഷ്ഠനായി തമ്പുരാന്റെ കുറെ പടക്കുറുപ്പുമാർ ആയുധങ്ങളുമായി ഈ പുഴ നീന്തി വന്ന് പാവം പാർവതി തമ്പുരാട്ടി നോക്കി നിൽക്കെ ജാക്സൺ സായിപ്പിനെ അവർ വെട്ടിയും കുത്തിയും കൊന്നുത്രേ. അവിടെ വെച്ച് തന്നെ പാർവതി തമ്പുരാട്ടി തന്റെ വിരലിൽ കിടന്നിരുന്ന വജ്രമോതിരം കടിച്ച് ആത്മഹത്യ ചെയ്തു. കൊള്ളാം, നല്ല കഥ. പാവം, കഷ്ടായിപ്പോയി. പിന്നെ വല്ലാത്ത ട്രാജഡി. തമാശയല്ല അങ്കിൾ, ഇത് നടന്നതാ. എന്നിട്ട് ബാക്കിയോടി പറയൂ മിനി. അവരെപ്പോഴും ഇരിക്കാറുണ്ടായിരുന്ന ഈ വൃക്ഷത്തിന്റെ ചുവട്ടിലാണത്രേ ഈ കോട്ടേജ് പണിതിരിക്കുന്നത്. ആരെങ്കിലും താമസിക്കാൻ ഈ കോട്ടേജിൽ വന്നാൽ അവരുടെ അടുത്ത് രാത്രി ഒരു കറുത്ത ബോട്ടിൽ ആ സായിപ്പും തമ്പുരാട്ടിയും വരും. പേരാണോ? ഒരു പ്രതികാരത്തിനെന്ന പോലെ ഇവിടെ താമസിക്കുന്നവരെ അവരെ പിടിച്ചോണ്ട് പോവും. എവിടേക്ക്? അങ്ങ് ദൂരെ 7 കടലുകൾക്കപ്പുറത്ത്. അവിടെ പ്രേതാത്മാക്കൾ മാത്രം താമസിക്കുന്ന ഒരു ദ്വീപുണ്ടത്രേ. അവിടെ കൊണ്ടുപോയി കൊന്നുകളയും. കൊള്ളാം. ആട്ടെ, മിനിയോട് ആരാതൊക്കെ പറഞ്ഞത്? ഫെർണാണ്ടസ്. പറ്റിയ സാധനം. പലരും പറഞ്ഞു. ഒരിക്കൽ ഞാനിവിടെ ഉള്ളപ്പോ പ്രേതം വന്നു. അങ്കിൾ, ഞാൻ പോട്ടെ. ഏയ് ആകാശങ്ങളിലേക്ക് അവന്റെ കർത്താവിനോടുകൂടി കുന്തിരിക്കത്തിന്റെ മണം വരുന്നില്ല മാതാവേ. അയ്യോ, ഓ എന്റെ പിതാവേ. കടത്തൂല്ലേ? അയ്യോ, അയ്യോ, എവിടെ വിളിച്ചം? തിരിയെവിടെ? തിരിയെവിടെ? ആരടാ തറപ്പിക്കുന്നേ? അയ്യോ, എനിക്ക് തിന്നാറായ 7 പിള്ളേരുണ്ട്. എന്നെ തിന്നല്ലേ. എന്റെ കർത്താവ്, ഈ ചാക്കോച്ചനും ഈ വീരനൊക്കെ എവിടെ പോയി കിടക്കുക? ഇവന്മാര് തിന്നാൻ മാത്രമായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. എന്നെ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വിട്ടാ ചെയ്യുന്നത്. അയ്യോ, എനിക്ക് BP 320 ഇപ്പൊ 550 ആവുമേ. എന്തൊരിപ്പോക്കും ഒരിപ്പോക്ക് പോട്ടെ. താനെ അടയുന്നു. സാറേ, സാറേ, അയ്യോ, എന്താ പറഞ്ഞേട്ട കാറ്റ് പോയനെ ഇപ്പോ. ഞാൻ കണ്ണാടി കൂടെ ഒരു ആളെ കണ്ടു. നിങ്ങളെ ദാ നോക്ക്. ഞാൻ കൂടി, ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോ കണ്ണാടി എടുത്തൊന്ന് മാറ്റി വെച്ചൂടെ? ആ, എന്നാ കൂടി.
മിസ്റ്റർ ഫെർണാണ്ടസ്, ഇന്നലെ രാത്രി ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എന്താ സാർ? ഒരു ഭീകരമായ സംഭവം. ആഹാ. ശ്ശോ, അത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. എന്താ സാർ? രാത്രി ഏകദേശം 12 മണിയായി കാണും. അപ്പോൾ അകലെ നിന്നും ഒരു കറുത്ത ബോട്ട്. എന്തിന്? ബോട്ടിന്റെ എഞ്ചിൻ ഓഫാക്കി ആ ബോട്ട് ഈ കടവിലേക്ക് ഒഴുകി വന്നു. എന്തിന്? ആ ബോട്ടിൽ നിന്നും ഒരു സാഹിബും തമ്പുരാട്ടിയും ഇറങ്ങി വന്നു. ഉയ്യോ, ജാക്സൺ സാഹിബും പാർവതി തമ്പുരാട്ടി. വേണ്ട സാർ, എനിക്കത് കേൾക്കാൻ വയ്യ. എന്താ പറഞ്ഞിട്ടാ? ഇല്ല, എനിക്ക് ഭയമാണ്. ഞാനത് ഇവിടെ നിന്ന് പറയില്ല. ഈ കോട്ടേജ്, ഈ മരം, ഇല്ല, എനിക്കത് പറയാനാവില്ല. ഇവിടെ ഹണിമൂണിന് വരുന്നവരൊക്കെ ഈ മണിയൊന്ന് അടിച്ചവിടുന്ന് പോവും. അതെന്തിനാ? നമ്മൾ മനസ്സിലൊരു കാര്യം വിചാരിച്ച് ഈ മണിയൊന്ന് ആഞ്ഞടിച്ചാൽ ആ കാര്യം നടക്കുമത്രേ. സത്യമാണോ? പിന്നല്ലാതെ. ആ, അതിനു മുമ്പേ കണ്ണടച്ചൊന്ന് ധ്യാനിക്കണം. ധ്യാനിച്ചോ? എന്ത് ധ്യാനിച്ചു? 1000 വർഷം എന്റെ ജേസിനോടത്ത് ജീവിക്കാൻ കഴിയണേന്ന്. കൊള്ളാം, കലക്കി. ഇനി എന്റെ മോളൊരു ഉഗ്രൻ അടിയടിച്ച്. നിങ്ങൾ എന്താ ഈ കാണിച്ചത്? പാർവതി തമ്പുരാട്ടിലെ വിരൽപ്പാടുകൾ പതിഞ്ഞ മണിയാ. അവരുടെ കാലശേഷം ഇതാരും അടിക്കാറില്ല. അങ്ങനെ ഇതാരെങ്കിലും അടിച്ചാൽ അതൊരു ദുശകന ലക്ഷണമാണ്. ഇനി എന്താണാവോ സംഭവിക്കാൻ പോകുന്നത്? വരുന്നത് വരട്ടെ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ജേസൻ, എങ്ങും പോയരുത്. ഞാനൊന്നും ബാത്റൂമിൽ. പൊക്കോളൂ. പക്ഷേ അവിടെ പ്രേതമുണ്ട്. ജേസൻ, ഞാൻ പേടിച്ചു. ഏയ് ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ പറഞ്ഞിട്ടില്ല. ശരി, നീ പൊക്കോളൂ. വാ, ഞാൻ അവിടെ നിൽക്കാം. ജേസൻ, ജേസൻ, എന്നെ പറ്റിക്കരുത് പ്ലീസ്. ഞാൻ ഒരു തമാശ കാണിച്ചല്ലേ? നീ ക്ഷമിക്കേ. നീ ഇങ്ങനെ കൊച്ചു കുട്ടിയെ പോലെ നോക്കിയേ. എന്തിനാ നമ്മളിവിടെ വന്നത്? സന്തോഷിക്കാനല്ലേ? ഇല്ല, ഇനി ഒരിക്കലും ഞാൻ നിന്നെ കരയിപ്പിക്കില്ല. സത്യം. ഇനിയും നീ കരഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ. ഇല്ല, ഇനി ഞാൻ കരയില്ല ഒരിക്കലും. നീ വല്ലാതെ ഭയന്നു. ഇല്ല, ഞാൻ ഭയന്നില്ല. ഞാനെന്തിനു ഭയക്കണം?
എന്റെ ജേസണിന്റെ അടുത്തുള്ളപ്പോ ഇനി എനിക്ക് ഭയമില്ല. നാശം. കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ സാറേ സാറേ ചായ വീട്ടേ ചായ. സാറേ സാറേ അത് ചുമ്മാ ഇരി സാറേ. വിളിച്ചിരിക്ക സാറിനെ അങ്ങനെ പേടിപ്പിക്കല്ലേ. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. സാക്ഷാൽ ജാക്സൺ സാഹിബ് അല്ല പാർവതി തമ്പുരാട്ടി വന്നാലും ഈ ഫെറൻ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യും. സാറേ സാറേ മാഡം എന്താ ജേസൺ? പേടിക്കാനൊന്നുമില്ല. അല്ല, ഈ വിരലടയാളം കപ്പിന്റെ മുകളിലുണ്ടെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടാവൂ? അല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാനെന്താ പേടിക്കാം സാറേ? ഞാനേ ആ കപ്പ് ഒന്നെടുത്ത് കഴുകി വെച്ചിട്ട് വരട്ടെ. ഇങ്ങോട്ടാ? അല്ല, ഞാനത് അത് പിന്നെ എടുക്കാം. കപ്പൊന്ന് കഴുകി പ്രശ്നമൊന്നുമില്ലല്ലേ? അല്ല, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായി സാക്ഷിക്കാൻ പോകുന്നു. സത്യം ചുമ്മാ ഇടിച്ച് പരിപ്പെടുത്ത് കളറിയാവോ? രവിശങ്കർ എന്നാ പേര്, പക്ഷെ ഇപ്പൊ ഇടിശങ്കർ എന്ന് അറിയപ്പെടുന്നത്. ചുമ്മാ പയർ കേക്ക അങ്ങനെ കേക്കല്ലേ ഒന്നുകളെ. അമ്മേ, അമ്മയും അമ്മാവനൊക്കെ എപ്പ എത്തി? എന്റെ രവി, നീയൊക്കെ ഇവിടെ ഉണ്ടായിട്ടും എന്റെ മകന്. അമ്മേ, ഇവരിവിടെ ഉള്ള വിവരം തന്നെ എനിക്കറിയില്ലായിരുന്നു. എന്റെ മോൾ എവിടെ? എനിക്ക് അവളെ കാണണം. അമ്മ സമാധാനമായിരിക്കും, എല്ലാം ശരിയാവും. സ്റ്റെല്ലയ്ക്ക് ഒന്നും സംഭവിക്കില്ല. മോനെ, എത്രയും വേഗം നീ സ്റ്റെല്ലയെ കൊണ്ടുവരൂ, എന്നാലേ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവൂ. സാർ, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ജെയ്സൺ. എന്റെ കുടുംബ സുഹൃത്ത്. കൊച്ചുനാൾ മുതൽ ഞാനും അവനും ഒന്നിച്ചാണ് വളർന്നത്. എനിക്ക് അവനോട് ഒത്തിരി കടപ്പാടുണ്ട്. സാർ, ഈ കേസ് എങ്ങനെയെങ്കിലും തെളിയിക്കണം. ഞാൻ എന്ത് സാഹസത്തിനും തയ്യാറാണ്. പാവം ജെയ്സൺ, എന്ത് ചെയ്യാനൊക്കെ? മാറി മാറി വരുന്ന രാഷ്ട്രീയം, അവരാൽ കുഴിച്ചുമൂടപ്പെടുന്ന നീതി. ശരി, വരൂ നമുക്ക്. സാർ, അപ്പോ മിസ്റ്റർ രവിശങ്കർ, എനിക്ക് എന്ത് ചെയ്യാനൊക്കും? മുകളിലിരിക്കുന്നവർ പറയുന്നതിൽ എനിക്ക് അനുസരിക്കാൻ കഴിയൂ. ഈ സംഭവം കൂടി ജനങ്ങളാ പാവം ജാക്സൺ സാഹിബിന്റെയും പാർവതി തമ്പുരാട്ടിയുടെയും തലയിൽ കെട്ടിവെക്കട്ടെ. അവർക്ക് പറയാൻ ഒരു കഥ കൂടിയായി. വരൂ. Thank you. താങ്ക് യു മാഡം.
എവിടെയാപ്പാ മോനെ ഇരിക്കുന്നത്? ഇനിയും എത്ര നാളെന്ന് കരുതി എങ്ങനെ ഇവിടെ കഴിയുന്നത്? ഇവിടെ തങ്ങുന്ന ഓരോ നിമിഷവും അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളെ വല്ലാതെയാക്കും. മോൻ എഴുന്നേക്ക്, നമുക്ക് നാട്ടിലേക്ക് പോകാം. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ വരുന്നില്ല. ഇല്ല മോനെ, നീ വരാതെ ഞങ്ങൾ ആരും പോവില്ല. ഇല്ല, ഇവിടെ ഉറങ്ങുന്ന എന്റെ സ്റ്റെല്ലയെ വിട്ട് ഞാൻ ഇനി എങ്ങോട്ടുമില്ല. അവളെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഞാൻ ഈ ദ്വീപിൽ കഴിഞ്ഞോളാം. ഇല്ലമ്മേ, ഇവിടം വിട്ടു വരാൻ എനിക്കാവില്ല. ആരും എന്നെ നിർബന്ധിക്കരുത്. എന്റെ സ്റ്റെല്ലയെ ഓർത്തെങ്കിലും. എന്റെ മോനെ, നീ എന്തായി പറയുന്നത്? അമ്മേ, അമ്മയും അമ്മാവനും പോയിക്കോളൂ. ജെയ്സൺ 2 ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ. അവൻ്റെ അടുത്ത് ഞാനുണ്ടല്ലോ, ഞാൻ അവനെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. എന്ത് ധ്യാനിച്ചു? 1000 വർഷം എന്റെ ജെയ്സിനോടത്ത് ജീവിക്കാൻ കഴിയണേന്ന്. സാറേ, എന്ത് പറ്റി സാർ? ഇവിടെ വരുമ്പോ എങ്ങനെ ഇരുന്നതാ? എവിടെടാ? എന്ത്? എവിടെടാ? എനിക്കറിയില്ല സാർ. പറയണോ? അയ്യോ, എനിക്കറിയില്ല സാർ. നിനക്കറിയില്ലല്ലേ? ഈ മനുഷ്യന്റെ ഭ്രാന്ത് പിടിച്ചോ? എവിടെടാ? എന്ത്? നിനക്കറിയാം. പറയാൻ എന്താ? നിനക്കറിയില്ലല്ലേ? നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. മിസ്റ്റർ ജേസൺ, എവിടെയാണോ എന്റെ സ്റ്റെല്ല? അറിയില്ല. പറയണോ? ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നിനക്കൊന്നും അറിയില്ലല്ലേ? നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. മിസ്റ്റർ ജേസൺ, എവിടെയാണോ എന്റെ സ്റ്റെല്ല? എനിക്കൊന്നും അറിയില്ല. നിർത്താ. നിനക്ക് എന്താ അറിയേണ്ടത്? ഞാൻ പറയാം. ഞങ്ങൾ ആരാണെന്ന് അറിയണമല്ലേ? അജിത് ശ്രീനിവാസൻ. ഞാൻ രാമസ്വാമി, ശ്രീരാമൻ. ദശരഥന്റെ മകനല്ല, ഒരു ഫിലിം പ്രൊഡ്യൂസറിന്റെ മകൻ. സാക്ഷാൽ രാമസ്വാമി. അയ്യോടാ പാവം, ഞാനൊരു പാവ അഡ്വക്കേറ്റാണ്. നെൽസൺ.
എനിക്ക് നിന്നെ പരിചയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ നീ എന്നെ അറിഞ്ഞിരിക്കണ്ടേ? ഐ എം പീറ്റർ, PETER. അണ്ടർസ്റ്റാൻഡ്? മതിയടാ, പാവം ഭാര്യ മരിച്ച ദുഃഖം കൊണ്ടാ. വാ, പോവാം. ജെയ്സൺ, ജെയ്സൺ, നിനക്കെന്താ പറ്റിയത്? ആരാ നിന്നെ തല്ലിയത്? എന്താ നീ ഒന്നും മിണ്ടാത്തത്? പറയേ. നിന്നെ തല്ലിയത് ഏത് മറ്റവനാണെങ്കിലും ഞാൻ അവനെ കൈകാര്യം ചെയ്തോളാം. പറയടാ, പറയാൻ. എന്നെ തല്ലിയത് ജാക്സൺ സാഹിബാ. കൂടെ പാർവതി തമ്പുരാട്ടി ഉണ്ടായിരുന്നു. മിസ്റ്റർ ജെയ്സൺ, സോറി മിസ്റ്റർ ജെയ്സൺ, ഇന്നലെ എന്താ സംഭവിച്ചത്? അവർ വല്ലാതെ ഉപദ്രവിച്ചല്ലേ? ആ, കഴിഞ്ഞതൊക്കെ പോട്ടെ. ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? എന്നിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാം. ഞാൻ നിങ്ങളുടെ ഒരു നല്ല സുഹൃത്താണ്. കഴിക്കാണോ മാഡം? മൈ ബോട്ട് റെഡി മാഡം. മാഡം, എന്റെ ബോട്ടിൽ പോകാം. അക്കരയ്ക്ക് പോ. ആരാ? ഞാനോ? ഐ എം സ്റ്റെല്ല. ഹലോ, ഐ എം സ്റ്റെല്ല ഗോൺസ്ലാവസ്. ഞാനൊരു കോട്ടേജ് ബുക്ക് ചെയ്തിരുന്നു, നമ്പർ 13. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ.
തരനന്ന താനിന നന്നി താനന തന്നന താനന നന്നം താന. ഹലോ ഹലോ മാഡം. ഇത് ഫാമിലിയാണോ ബാച്ചലറാണോ? ഫാമിലി ബാച്ചലർ ആയിരിക്കും. ചാക്കോ ചാക്കോ അവനിന്ന് ലീവാ. ഓ അവന് ലീവ് എടുക്കാൻ കണ്ടൊരു ദിവസം. എന്റെ അഡ്രസ് ഇവിടെ ഉണ്ടല്ലോ അല്ലേ? കാക്ക കാക്ക കാക്കയാ. പേടിക്കണ്ട പേടിക്കണ്ട. എന്നെ ഇവിടെ സാധാരണ പേടിപ്പിക്കുന്നതായി കാക്ക. താക്കോലെ കഴിക്കോ? വരൂ വരൂ. വരാം വരാം. मेरे हाथी ओ मेरे साथी बनेगा बन घोल गए न बजा गए कूद वाले गए न जबाले के दे चलिए. What happened, Goose? Tell me. She has come back. Who? Who has? Stella Jason. Stella? Sorry, sir. You bastard. Sir. You. എനിക്കറിയാം നീ വരുമെന്ന്. ഇത്രയും നാൾ നീ എവിടെയായിരുന്നു? ഞാൻ നിന്നെ എവിടെയെല്ലാം തിരക്കി. പ്ലീസ് ടെൽ മീ സ്റ്റെല്ല. സ്റ്റെല്ല
സ്റ്റെല്ല What nonsense! Idiot. സ്റ്റെല്ല 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 ലാർജ് അവള് പ്രേതമല്ല. പ്രേതങ്ങളെന്ന് പറയുന്ന ഈ ഭൂമിയിലില്ല. സ്റ്റെല്ലയുടെ രൂപസാദൃശ്യമുള്ള മറ്റൊരു സുന്ദരി. കൊള്ളാം. നിങ്ങളുമായി കൂട്ടുകൂടിയതാണ് എന്റെ ഏറ്റവും വലിയ തെറ്റ്. വഴക്ക് കൂടരുത് സാറേ, ഇതങ്ങ് അടിക്കും. സതീഷേ, നമുക്ക് വേണമെങ്കിൽ അങ്ങ് പിരിയാം. എന്നേക്കുമായി പിരിയാമായിരുന്നു. പക്ഷേ എന്താ പിരിയണ്ടേ? നിനക്ക് എന്നെ ഒന്ന് കൊല്ലാമോ? നിനക്ക് നിർബന്ധമാണെങ്കിൽ എനിക്കതിനും മടിയില്ല. കൊല്ലടാ, കൊല്ല്. ഞാൻ വളർന്നതും ജീവിച്ചതും പിശാചുകളുടെ കൂടെയാണ്. ദൈവപുത്രന്റെ കൂട്ടുകെട്ട് എനിക്ക് ആവശ്യമില്ലടാ. നീ ജീവിച്ചിരുന്ന പീറ്റർ മാറിയിക്കേ. നിന്നെ ഞാൻ വിടില്ലടാ. മാറാ.
ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം. അയ്യോ, കേറി പോണോ അതോ ഇറങ്ങി പിതാവേ? May I come in? Yes, come in. ചായം ചായം. Yes. തന്റെ പേരെന്താ? ഫെർണാണ്ടസ്. ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഞാൻ കുറെ വർഷങ്ങളായി. ഞാൻ ലണ്ടൻ റിട്ടേണ്ടാ. ലണ്ടനിൽ എവിടെയായിരുന്നു? പാരീസിൽ. ലണ്ടൻ പാരീസിൽ. ചീഫ് കുക്ക് ഓഫ് പാരീസ്. അപ്പോ നല്ല സർവീസ് ഉണ്ടല്ലേ? മാഡം, എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താ അത്? ഞാൻ വെറൊരു പാവമാണ്. എന്തെങ്കിലും അബദ്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് തിന്നാറായ 7 കുഞ്ഞുങ്ങളുണ്ട്. അവയെ തീറ്റണം. അതുകൊണ്ട് എന്നോട് ദയവുണ്ടാകണം. ശരി, തന്നോട് ദയുണ്ടായിരിക്കുന്നു. താൻ പൊയ്ക്കോളൂ. നിങ്ങൾക്ക് മദ്യം ഇഷ്ടമാണ് അല്ലേ? അല്ല. നോണ. നിങ്ങൾക്ക് വേണ്ടുവോളം എന്റെ കയ്യിലുണ്ട്. കഴിക്കൂ. കഴിക്കൂ. നമുക്ക് ആരംഭിക്കാം ഒരു യാത്ര. എന്നെ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എവിടെ വെച്ച്? അന്ന് ആ ഹോട്ടലിൽ 13 നമ്പർ കോട്ടയിൽ വെച്ച് ഒരു ബോട്ടിൽ. പിന്നെ 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 ചത്തുമലർന്ന് ചീഞ്ഞളിഞ്ഞ് ഈ തീരത്ത്. വരൂ, ഇനി എന്റെ കയ്യിൽ സാധനമുണ്ട്. നിങ്ങളുടെ ജീവൻ. ആ സ്ത്രീ എങ്ങനെയാണ് മരിച്ചത്? എന്താണ് സംഭവിച്ചത്? ആർക്ക്? സ്റ്റെല്ലയ്ക്ക്. സ്റ്റെല്ല ജേസന്. ഞാനത് പറയില്ല. ഞാൻ നിന്നെ കൊണ്ടത് പറയിപ്പിക്കും. എന്നെ രക്ഷിക്കൂ. എന്നെ രക്ഷിക്കൂ. എന്നെ രക്ഷിക്കൂ. നിനക്ക് ഈ ചെറുപ്പ് നിലത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. നിന്നെ രക്ഷിക്കാൻ ഇനി ഞങ്ങൾക്കേ കഴിയൂ. പറയൂ, ആരാണത് ചെയ്തത്? പറയൂ, ഇനിയും നിനക്ക് സമയമുണ്ട്. ഞാൻ പറയാം. വെറും മദ്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ അവരോട് കൂട്ടുകൂടിയത്. അവര് എന്നും എനിക്ക് വയറു നിറയെ മദ്യം തരുമായിരുന്നു. പകരം അവർക്ക്
ഇവിടെ ഹണിമൂണിന് വരാറുള്ള നിങ്ങളെ പോലുള്ളവരെ കാണിച്ചു കൊടുക്കും. നാശം. ഹലോ ഹലോ, ഞങ്ങൾ നിങ്ങളൊന്ന് പരിചയപ്പെടാമെന്നതാണ്. ഐ ആം അജിത്. ഇത് മിസ്റ്റർ പീറ്റർ. ഇവൻ രാമസ്വാമി. ഞങ്ങൾ അണ്ണാച്ചി എന്ന് പറയും. വണക്കം. ഇത് മിസ്റ്റർ ഞാൻ നെൽസൺ, അഡ്വക്കേറ്റ് ആണ്. ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. വരൂ, നമുക്ക് റൂമിലിരുന്ന് സംസാരിക്കാം. ഹലോ, റൂം സർവീസ്? പിന്നെ എനിക്ക് 4 ഗസ്റ്റ് ഉണ്ട്. അജിത്, പീറ്റർ, നെൽസൺ ആൻഡ് രാമസ്വാമി. അതെ അതെ, അണ്ണാച്ചി തന്നെ. ജസ്റ്റ് എ മിനിറ്റ്. കുടിക്കാൻ എന്താണ് വേണ്ടത്? ഹോട്ട് ഓർ കോൾഡ്? ഹോട്ട്. ഹോട്ട്. ഹലോ, 4 ചായ മതി. താങ്ക് യു. ബോട്ടിംഗ് ഇഷ്ടമാണല്ലേ? എനിക്കിഷ്ടം ഹണ്ടിങ് ആണ്. ഞാനൊരു പ്രൊഫഷണൽ ഹണ്ടറാണ്. കാട്ടുമൃഗങ്ങൾ ഒത്തിരി ഉള്ള ഒരു പ്രദേശത്താണ് എന്റെ വീട്. നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, കഴിഞ്ഞ ഡിസംബറിൽ ഒരു സംഭവം ഉണ്ടായി. അവിടെ കാടിളക്കി മറിക്കുന്ന ഒരു കൊലവമ്പൻ ഉണ്ടായിരുന്നു. അവനെ കൊല്ലാൻ പലരും ശ്രമിച്ചതാണ്, ആർക്കും കഴിഞ്ഞില്ല. ഒടുവിൽ ആ ശ്രമം ഞാൻ ഏറ്റെടുത്തു. എന്റെ എയിം തെറ്റിയില്ല. നെറ്റിയിൽ തന്നെ തോട്ടതറച്ച് അവൻ ചരിഞ്ഞു. ഹണ്ടിന് ആരൊക്കെ പോകാറ്? എന്താ നിനക്ക് കൂട്ടുപോകാൻ തോന്നുന്നുണ്ടോ? നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല. പിന്നെ ഹണ്ടിങ്ങിന് ഞാൻ മറ്റാരെയും കൊണ്ടുപോകാറില്ല. ഒറ്റയ്ക്ക് പോകുന്നതാണ് എനിക്കിഷ്ടം. ഇവിടെ വന്നതിന്റെ ഉദ്ദേശം? ഉദ്ദേശം വെറും സിമ്പിൾ. ജീവിതത്തിൽ ഒരു ചെറിയ മോഹമുണ്ട്, ഒരു ഡോക്ടറേറ്റ് എടുക്കുക. കടൽ മത്സ്യങ്ങളെ കുറിച്ച് ഞാൻ ഒരു തീസിസ് എഴുതുന്നു ഇവിടെ വെച്ച്. അതിന്റെ റിസർച്ചിന് വന്നതാണ്. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. യെസ്, ചായ പിടി, ചായ പിടി, ചായ പിടി. നിങ്ങൾ ചായ കഴിക്കുന്നില്ലേ? ഇല്ല, അല്പം കഴിഞ്ഞാൽ 2 പേർക്ക് ജിന്നടിക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. ശരി, നമുക്ക് പിരിയാം. എനിക്ക് അല്പം ജോലിയുണ്ട്. നമുക്ക് വീണ്ടും കാണാം. See you again. ബൈ. Bye. ഹലോ അഡ്വക്കേറ്റ്, ഒന്നിങ്ങ് വന്നേ. എനിക്ക് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അല്പം രഹസ്യമാണ്, പ്ലീസ്. എന്താ? അത് എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. കൊള്ളാം, സ്മാർട്ട്. എനിക്കും. അല്പം സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അവരാരും അറിയില്ലെങ്കിൽ നമുക്ക് നാളെ ഒരിടത്ത് പോവാം. പോകാം.
ഞാൻ ആരോടും പറയില്ല. പ്രോമിസ്? പ്രോമിസ്. ഓക്കെ. സോറി, ഈ കയ്യിൽ ഞാനൊന്ന് ചുംബിച്ചോട്ടെ? ഓക്കെ ഓക്കെ, സീ ടുമാറോ. അവളുടെ കേസ് ഞാൻ ഏറ്റെടുത്ത് നടത്തണമെന്ന്. നടത്തിക്കളയാം. അളിയ, കേസ് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ എവിടെ ആയാലും അവളുടെ കേസ് നമ്മൾ ഏറ്റെടുത്ത് നടത്തും. ആദ്യം ഞാൻ, പിന്നെ ഞാൻ, പിന്നെ നമ്മള്. എന്താ മമ്മി ഇവിടെ ഇല്ല? ഞാൻ തനിച്ചാ. മമ്മയൊന്നും വിളിച്ചിട്ട് കാര്യമില്ലടി. മിനി, മിനി, മോളെ, മോളെ മിനി, മോളെ മിനി, മോളെ, അയ്യോ, മിനി, മോളെ, അയ്യോ. മോളെ, എന്താ മേഡം? എന്റെ മോളെ കാണാനില്ല. എന്റെ മിനി പോയി, എന്റെ മിനി പോയി. എവിടെ? ഞാൻ പോട്ടെ മാഡം.
നശിച്ചു തീരത്തെന്ന് ഞാൻ പോകുന്ന സ്റ്റെല്ല. എവിടേക്കാ എനിക്കറിയില്ല. അക്കരെ എത്തിയതിനു ശേഷമേ അത് തീരുമാനിക്കൂ. ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല. ഞാൻ അവൾക്ക് വേണ്ടിയാണ് ഈ പ്രായത്തിലും അഴിഞ്ഞാടിയത്, അവളെ നല്ല നിലയിലെത്തിക്കാൻ. സൗന്ദര്യമുള്ള ഒരു സ്ത്രീയും ഇവിടെ വരരുത്. പണവും സ്വാധീനവും ഉള്ളവർക്ക് എന്തും കാണിച്ചു കൂട്ടുവാനുള്ള ഒരു താവളം. ഇവിടെ ബലിയാടാവുന്നത് നമ്മളെ പോലുള്ളവരാണ്. എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. ഇവിടെ നിൽക്കരുത് ഒരു നിമിഷം പോലും. ജീവനും മാനവും നഷ്ടപ്പെടുന്നതിന് മുമ്പ് വേഗം രക്ഷപ്പെടൂ. ഇവിടെ നശിച്ചു വീണ സ്ത്രീകളുടെ ഗതി നിനക്കും ഉണ്ടാവരുത്. കുറച്ചും കൂടെ ഒഴിക്കട്ടെ? വേണ്ട, ഇപ്പൊ തന്നെ വളരെ കൂടുതലായി. അല്ല, നെൽസൺ പറഞ്ഞു തീർന്നില്ല. ഞാൻ പറയാം, ഞാനെല്ലാം പറയാം. ഒത്തിരി തെറ്റുകൾ ചെയ്തവനാണ് ഞാൻ. ഇനിയെങ്കിലും ഒന്ന് തിരുത്തണമെന്നുണ്ട്. ആരെയെങ്കിലും ഒന്ന് സ്നേഹിക്കണമെന്നൊരു തോന്നൽ. നിങ്ങളെപ്പോലൊരു സ്ത്രീയെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് നിങ്ങളുടെ ഇതേ രൂപമായിരുന്നു. ബട്ട് ഷി വാസ് കിൽഡ്. പ്ലീസ് ടെല്ല, യു ക്യാൻ ലവ് മീ പ്ലീസ്. Come on, let's enjoy. Stella, please, please. Stella, please. Stella? Stella? നീ ഒത്തിരി തെറ്റുകൾ ചെയ്തവനല്ലേ? ഇനി ഞാനൊരു ശരി ചെയ്യാം. Jason? Jason?
നെൽസൺ മരിക്കണമെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ വന്ന് മരിക്കണം. എനിക്കും അതാ മനസ്സിലാകാത്തത്. അവൻ മരിച്ചതല്ല, അവൻ ആരോ കൊന്നതാ. ആര്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇട്ടട്ടെ, അപ്പൊ അറിയാം. എന്റെ ബലമായ സംശയം ഇതിന്റെ പുറകിൽ ആരോ ഉണ്ട്. ആരാ? തമ്പുരാൻ, പാർവതി തമ്പുരാട്ടിയുടെ തന്ത. നീ വരുന്ന എങ്ങോട്ടാ? നെൽസന്റെ വീട്ടിലേക്ക്. ഞാനില്ല. എനിക്ക് ആരോടും ദുഃഖം നേരിടുന്ന ആവശ്യമില്ല. അണ്ണാച്ചി വരുന്ന? ഞാനില്ല. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. സാർ, നമ്മൾ ഇന്നലെ അറസ്റ്റ് ചെയ്തവരെ എത്രയൊക്കെ ചോദ്യം ചെയ്തിട്ടും അവർക്ക് ഈ കൊലപാതകങ്ങളുമായി ബന്ധമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. എല്ലാ മുറകളും പരീക്ഷിച്ചു നോക്കി. കള്ളക്കടത്ത് മാത്രമാണ് അവരുടെ ബിസിനസ്. കൊള്ളാം, ഏതായാലും നന്നായി. ആ ചത്ത കേസുകളെക്കാൾ അന്തർദേശീയ തലത്തിലുള്ള ഒരു കേസ് നാം പിടിച്ചില്ലേ? ഞാൻ അല്പം സന്തോഷത്തില. സാർ, വല്ലപ്പോഴും ഒരിക്കൽ വീണ് കിട്ടുന്ന ഒരു ചെറിയ അവസരത്തിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്ന റിവാർഡല്ല. പിന്നെ അത് പറഞ്ഞാൽ സാറിന് മനസ്സിലാവില്ല. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. സാർ, ജെയ്സൺ എന്റെ സുഹൃത്ത് മാത്രമല്ല, അവൻ എന്റെ എല്ലാമാണ്. അവന് കിട്ടുന്ന നീതിയാണ് എനിക്ക് വേണ്ടത്, അല്ലാതെ... ജെയ്സന് മാത്രമല്ല, എല്ലാവർക്കും നീതി കിട്ടണം. അതെ, എല്ലാവർക്കും. പക്ഷെ ആർക്കും അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. മടുത്തു. ഈ ഉദ്യോഗം എനിക്കൊരു ഭാരമാണ്. മിസ്റ്റർ രവിശങ്കർ, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാനൊരിക്കൽ വലിച്ചെറിഞ്ഞു കളഞ്ഞ നിങ്ങളുടെ ഈ ആവേശം... ആവേശമല്ല സാർ, എന്റെ ആവശ്യമാണ്. മനസ്സിലായി. ഒരിക്കൽ ഞാനും നിങ്ങളെപ്പോലെയായിരുന്നു. അതിൽ നിന്ന് കിട്ടിയൊരു ദുരന്തം അനുഭവിക്കാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആനി, മകൾ ഡെയ്സി, അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് പിന്നാലെ വന്നവർ ഇന്നെന്റെ മുകളിലാണ്. പക്ഷേ സാർ, ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഈ പാവം ജാക്സൺ സാഹിബിനെയും പാർവതി തമ്പുരാട്ടിയും ഒന്ന് പിടിക്കണമെന്ന്. ഈ യൂണിഫോം ഇല്ലെങ്കിൽ പോലും
നിങ്ങളുടെ ഈ ദൗത്യത്തിന് ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. താങ്ക് യു സർ. മ്യൂസിക്കിൽ താല്പര്യമുണ്ടല്ലേ? മ്യൂസിക്കിൽ മാത്രമല്ല, മറ്റു പലതിലും. തീസിസ് എഴുതി തീരാറായോ? കടലിൽ ജീവിക്കുന്ന സ്വർണ്ണ മത്സ്യങ്ങളെ കുറിച്ച്. സൂസി, എന്നാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്? സ്റ്റെല്ലയ്ക്ക് ഒരു അനുജത്തിയുണ്ടെന്ന് എനിക്കറിയാം, ജേസൺ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സൂസിയും സ്റ്റെല്ലയും തമ്മിൽ ഇത്രയ്ക്ക് സാമ്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അതുപോട്ടെ, എനിക്ക് പറയാൻ പാടില്ലാത്തതാണ്. എങ്കിലും എനിക്ക് ജെയ്സണോടും അവന്റെ കുടുംബത്തോടും ഒത്തിരി കടപ്പാടുകളുണ്ട്. ജെയ്സൺ എൻ്റെ ഒരു സുഹൃത്ത് എന്നതിനേക്കാൾ ഉപരി അവൻ എൻ്റെ ഒരു സഹോദരനെ പോലെയാണ്. പിന്നെ ഞാൻ പറയാൻ വന്നത്, ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ സംശയിക്കാൻ സാധ്യതയുണ്ട്, ഞാൻ ഉൾപ്പെടെ. ആൾമാറാട്ടത്തിന് വേണമെങ്കിൽ എനിക്ക് സൂസി അറസ്റ്റ് ചെയ്യാം. പക്ഷെ ഞാനായിട്ട് ചെയ്യുന്നില്ല. പിന്നെ അഭിനയം മതിയാക്കി ഉടനെ മടങ്ങുന്നതാണ് നമുക്ക് നല്ലത്. ശരി, ഒരു മുന്നറിയിപ്പ് തന്നു മാത്രം. കാരണം എന്റെ ജെയ്സനെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി. സ്റ്റെല്ലയുടെ മരണത്തിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പണവും രാഷ്ട്രീയവും കൊടികുത്തി വാഴുന്ന ഈ രാജ്യത്ത് വെറും പാവകളെക്കാൾ കഷ്ടമാണ് ഞങ്ങൾ. ക്ഷമ ചോദിക്കുന്നില്ല. ഞാൻ വരട്ടെ. ഹലോ മാനേജർ. ഒരു ഫേവർ. കുറച്ച് ദിവസത്തെ ആവശ്യത്തിന് ഒരു ബോട്ട് റെന്റിന് വേണം. അതെ, സെൽഫ് ഡ്രൈവിംഗ് ആണെങ്കിൽ നന്ന്. രാവിലെ തന്നെ വേണം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഞങ്ങളുടെ സുഹൃത്തിന്റെ മരണത്തിന് ശേഷം ആ ടിബിയിലേക്ക് ഞങ്ങൾ ആരും വരാറില്ല. അതും ഒരു ശാപം പിടിച്ച ടിബിയാണ്. സതീഷ് ഇപ്പോൾ എവിടെയാണ്? അവൻ പോയി. പാവം, ജീവിതം എൻജോയ് ചെയ്യാൻ അറിയാത്ത ഒരു ഫൂൾ. ഏതർത്ഥത്തിൽ? അത് ഞാൻ എങ്ങനെ വിശദീകരിക്കും? സ്റ്റെല്ലേനെ എന്ത് വിചാരിക്കും? എന്ത് കാര്യമാണെങ്കിലും രാമസ്വാമിക്ക് എന്നോട് പറയാം. ഞാൻ പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ്. ഇനി അല്പം സെക്സ് ആണെങ്കിൽ കൂടി രാമസ്വാമിക്ക് എന്നോട് പറയാം. സതീഷിന് സ്ത്രീകളെ ഭയമാണ്, വെറുപ്പാണ്. എന്നാൽ ഞാൻ അങ്ങനെ ഒന്നുമല്ല. സുന്ദരികളായ സ്ത്രീകൾ എന്റെ ദൗർബല്യമാണ്, പ്രത്യേകിച്ചും സ്റ്റെല്ലയെ പോലുള്ളവർ. സൗന്ദര്യമുള്ള സ്ത്രീകൾ നിന്റെ ഒരു ദൗർബല്യമാണല്ലടാ പട്ടി.
ഗുഡ് മോർണിംഗ് മാഡം. ചായ. ഗുഡ് മോർണിംഗ്. ചായ. ഒന്ന് പൊന്തിയിട്ടുണ്ട്. ഒത്തിരി വടക്കാ. ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളാന്നാ പറയുന്നത്. ദേഹാസകല മുറിവുകളാന്ന്. ഇനി അടുത്തത് ആരാണാവോ? നിങ്ങൾ കണ്ടോ? ഏയ്, ഞാൻ കണ്ടില്ല. പേടി കൊണ്ടല്ല, എനിക്കതൊക്കെ കാണുന്നതേ വല്ലാത്ത അറപ്പാ. ആ ദ്വീപിൽ ആള് താമസിക്കുന്നുണ്ടോ? ഉണ്ടുണ്ട്, ഞണ്ടുണ്ട്, മനുഷ്യരില്ല. ഹോ, എന്റെ പിതാവെ, പറഞ്ഞാ കേറത്തില്ലയോ? അവർ സ്റ്റെല്ല, ജെയ്സൺ. അവർ നമ്മളോട് പക വീട്ടുമായിരുന്നു. നമ്മളോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങി തിരിച്ച ജീവനുള്ള പ്രേതത്തിന്റെ പക. സ്റ്റെല്ല നമ്പർ 2. സ്റ്റെല്ല, രാമസ്വാമി, ടിക്രൂസ്, നെൽസൺ, അടുത്ത് നീ, പിന്നെ ഞാൻ. ഇല്ല, അവരുടെ മുമ്പിൽ ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവരെ കൊല്ലാൻ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഐ ആം പീറ്റർ, പീറ്റർ ദ സെക്കൻഡ്. ഒരു പീറപ്പെണ്ണ്, അവളെ കണ്ട നിമിഷത്തിൽ തന്നെ കൊന്ന് കായലെറിയാഞ്ഞതാണ് നമുക്ക് പറ്റിയ തെറ്റ്. തെറ്റ് പറ്റിയത് നിനക്കാണ്. ഞാൻ അന്നേ പറഞ്ഞതാ, അപ്പൊ നിനക്ക് വിശ്വാസമായില്ല. എനിക്ക് പറ്റിയ തെറ്റ് തിരുത്താനും എനിക്കറിയാം. യു കം വിത്ത് മീ. ഇന്നത്തെ ഈ അസ്തമയം അവർക്കുള്ളതാണ്. ഇനി അവർക്ക് വേണ്ടി സൂര്യൻ ഉദിക്കില്ല. ഗെറ്റ് റെഡി. Where is Stella? അവര് റൂം വെക്കേറ്റ് ചെയ്തു. നാട്ടിലേക്ക് മടങ്ങിയെന്നാ തോന്നുന്നത്. No. ലെറ്റ്സ് ഗോ. Stella number 2. അല്ലേ? ഐ ആം പീറ്റർ നമ്പർ 2. നോ, പീറ്റർ നമ്പർ 1. നീ മിടുക്കിയ. എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. നീ പ്രൊഫഷണൽ ഹണ്ടർ ആണെന്നല്ലേ പറഞ്ഞത്? എന്നാൽ ഞാൻ പ്രൊഫഷണൽ കില്ലറാണ്. ഐ ആം അജിത്, അജിത് ശ്രീനിവാസൻ. നിനക്ക് വേണ്ടി ഇവിടെ മറ്റൊരു കുഴിമാടം തീർക്കുന്നതിന് മുമ്പ് നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് മറ്റൊരാവശ്യമുണ്ട്. നിന്റെ ഈ സൗന്ദര്യം, നിന്റെ ഈ ശരീരം, അത് ഞങ്ങൾക്ക് വേണം. വാട്ട് യു സേ? കറക്റ്റ്. നീ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് കരുതിയത്. സാരമില്ല, രണ്ടുപേർക്കും കൂടി ഈ കുഴി മതിയാകും.